ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വിളയിച്ചതാണ്. അത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീരെ കനം കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കനത്തിൽ എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നെയ്യിലിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒത്തിരി അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഈ ഒരു പാകത്തിലെത്തുമ്പോഴേക്കും നമുക്കതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയുടെ ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ, അത് നല്ല പോലെ ഈ പഴത്തിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് തിളയ്ക്കട്ടെ. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ശർക്കര പാനി ചേർത്ത് കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് ഇത് കരിഞ്ഞു പിടിക്കട്ടോ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ തയ്യാറാക്കിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു അളവിലാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത്. അത് 1-ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുണ്ടല്ലോ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതിൻ്റെ പീരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഒത്തിരി അങ്ങോട്ട് പഴുത്ത പഴമോ അല്ലെങ്കിൽ തീരെ പച്ചപ്പഴമോ ഒന്നും എടുക്കരുത് കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് ഒരു പഴുത്ത പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിലുള്ള പഴം വേണം എടുക്കാൻ. ഇതുണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലാതെയോ ഒക്കെ കൊടുക്കാട്ടോ. അങ്ങനെ പഴം വിളയിച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.